നമസ്കാരം. ഏഷ്യാ കപ്പിൽ പാക് കളിക്കാർക്ക് കൈകൊടുക്കാത്ത ഇന്ത്യൻ താരങ്ങളുടെ നടപടി പാകിസ്ഥാൻ ടീമിനെ ഉലയ്ക്കുന്നു. മാച്ച് റഫറി ആൻഡി പൈക്രോഫിനെ മാറ്റണമെന്ന പാകിസ്ഥാൻ നിലപാട് ICC തള്ളിയതോടെ പാകിസ്ഥാൻ വെട്ടിലായി. ഏഷ്യാ കപ്പിനെ അനിശ്ചിതത്വത്തിലാക്കി പാകിസ്ഥാൻ പിന്മാറ്റ ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് നിലപാട് മാറ്റി. 7:30 വരെ ഹോട്ടലിൽ തുടർന്നാണ് പാക് ടീം നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. ഒടുവിൽ പാക് ടീമിനോട് പുറപ്പെടാൻ ആവശ്യപ്പെട്ടെന്ന് PCB അധ്യക്ഷൻ മൊഹ്സിൻ നഖ്വി ട്വീറ്റ് ചെയ്തു. മത്സരം വൈകി ആരംഭിക്കാനാണ് നീക്കം. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പാക് താരങ്ങളുടെ നാടകം പൊളിഞ്ഞോ? ഈ വിഷയത്തിൽ നമുക്കൊപ്പം അതിഥികൾ ചേരും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി ഞാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് എൽദോ പോൾ പുതുശ്ശേരി നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം എൽദോ, വളരെ നാടകീയ രംഗങ്ങളായിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ ടീം സ്റ്റേഡിയത്തിലെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. കളി നടക്കുമോ? ടോസ് 8:30 ഉണ്ടാകും എന്ന വിവരങ്ങളുണ്ട്. കളി നടക്കുമെന്ന കാര്യത്തിൽ എത്രത്തോളം ഉറപ്പുണ്ട്? രേണുക, പാകിസ്ഥാൻ ടീം ഇതാ ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു. ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് പാകിസ്ഥാൻ ടീം അംഗങ്ങൾ എത്തി. പാക് താരങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ബാഗുമായി ഇപ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പോവുകയാണ്. മത്സരം നടക്കുമെന്നുള്ളതിൽ വ്യക്തത വന്നു. 7:30-ക്ക് 7:30 ടോസ്, അതായത് ദുബായ് ടൈമിൽ. ഇന്ത്യൻ സമയം 7:30 ശരിക്കും നടക്കേണ്ടത്. ഇനി ഇന്ത്യൻ സമയം 8:30 കാര്യങ്ങൾ മാറും. 8:30 മണിക്ക് മത്സരത്തിന് ടോസ് ഉണ്ടാകും. 9 മണിക്ക് തന്നെ മത്സരം നടക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ടീം ആഗ്രഹിച്ചത് എന്താണ്? ആൻഡി പൈക്രോഫ്റ്റ് എന്ന ICCയുടെ മാച്ച് റഫറിയെ മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ ആ നിലപാടിൽ ICC ഉറച്ചു തന്നെയാണ്. ഈ മത്സരവും ഇന്നത്തെ മത്സരവും ആൻഡി പൈക്രോഫ്റ്റ് തന്നെയായിരിക്കും മാച്ച് റഫറി എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാന്റെ ആ ആഗ്രഹം ഒരു തരത്തിലും നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ICC എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, കൃത്യമായിട്ടുള്ള ശാസന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് നേരിടേണ്ടി വന്നു എന്നുള്ളത് കൂടിയുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ ICC ശാസിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ്? ഒരു രാജ്യാന്തര മത്സരം 1 മണിക്കൂറോളം തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. ഒരുപക്ഷെ മഴയോ കാറ്റോ അത്തരം സാഹചര്യങ്ങളിൽ മഴ ഒക്കെ വരുമ്പോൾ മത്സരം നീട്ടിവെക്കുക പതിവാണ്. പക്ഷേ ഇതൊന്നുമില്ലാതെ ടീം അംഗങ്ങൾ ഹോട്ടലിൽ നിന്നിറങ്ങാതെ ഹോട്ടലിൽ തന്നെ തുടർന്ന നിഷേധാത്മകമായിട്ടുള്ള നിലപാട്, അത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സ്വീകരിച്ച ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. അവസാന മിനിറ്റുകളിൽ ഈ സമ്മർദ്ദം കൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു, കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. പക്ഷേ അതിന് വിലപ്പോയില്ല ICC എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ പൂർണ്ണമായിട്ടുള്ള ശ്രമങ്ങളെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെ ICC സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. ഒന്നുകിൽ ഈ മത്സരം കളിക്കുക, അല്ലെങ്കിൽ ബഹിഷ്കരിച്ച് പുറത്തു പോവുക, മറ്റ് നടപടികൾ നേരിടുക എന്നുള്ളത്. പാകിസ്ഥാൻ ഇനിയും നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു മത്സരത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം അതിൻ്റെ ട്രാവൽ ഷെഡ്യൂൾ ഉൾപ്പെടെ തന്നെ നേരത്തെ നിശ്ചയിക്കുന്നതാണ്. ആ നിശ്ചയിച്ചതിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് പാകിസ്ഥാൻ ടീമിന് പിഴയോ താക്കീതോ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതിനു മുകളിലുള്ള ശിക്ഷ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള മൊഹ്സിൻ നഖ്വിയുടെ നീക്കങ്ങളാണ് ഇതിൽ പ്രധാനമെന്ന് തോന്നുന്നു. ഒപ്പം റമീസ് രാജയും അതിൽ ഇടപെട്ടിട്ടുണ്ട്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മേധാവിയായിട്ട് പോലും അദ്ദേഹം ഇത്തരമൊരു സ്റ്റാൻഡ് എടുത്തത് എന്താണെന്ന് വ്യക്തമാവുന്നില്ല. നഖ്വി ഒരുപക്ഷെ തന്നെ മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്. കാരണം പാകിസ്ഥാൻ മിനിസ്ട്രിയിലെ ഒരു മെമ്പറാണ്, ഒരു മിനിസ്റ്ററാണ് മൊഹ്സിൻ നഖ്വി. അദ്ദേഹത്തിന് ആ ഒരു താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ് നടന്നത് എന്നുള്ളതാണ്. എന്താണ്, തൊട്ട് മുമ്പാണ് പാകിസ്ഥാൻ ടീം ഹാസ് അറൈവ്ഡ് അറ്റ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. വൈകിയെങ്കിൽ പോലും പാകിസ്ഥാൻ ടീം ഇതാ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി മത്സരം തുടങ്ങും. അത് 7:30 പാകിസ്ഥാൻ ടീം എത്തുന്നത്. ടോസിന് എത്തേണ്ടതെങ്കിൽ ഇനി അത് ഇന്ത്യൻ സമയം 8:30 മാറും. 9 മണിക്ക് മത്സരം ആരംഭിക്കും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പിന്മാറുക, ബഹിഷ്കരിക്കുക എന്നുള്ളതൊന്നും അസാധ്യമായ കാര്യമാണ്. പിന്മാറി എന്നുള്ള വാർത്ത അത് പുറത്തുവിട്ട് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനോട് ചേർന്നുള്ള വിവരങ്ങളാണ്, സോഴ്സസ് ആണ്. ആ സോഴ്സസ് പുറത്തുവിട്ട വാർത്തയെ വിശ്വസിച്ചാണ് ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ ബഹിഷ്കരിച്ചു എന്നുള്ള വിവരം നൽകുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ ഇങ്ങനെ ഒരു നാടകം എന്തിന്? എന്തായാലും പിന്മാറുക അസാധ്യമാണ് എന്ന് എൽദോ തന്നെ സൂചിപ്പിച്ചു. അത് പാകിസ്ഥാൻ ടീമിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് നയിക്കും. ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഷെയർ ലഭിക്കാത്ത സാഹചര്യം, ഇനി മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാത്ത സാഹചര്യം, അതൊക്കെ സൃഷ്ടിക്കും. അപ്പോൾ പിന്മാറുക സാധ്യമല്ല. അപ്പോൾ ഒരു മുഖം രക്ഷിക്കൽ നടപടി എന്ന രീതിയിൽ ഒരു നാടകം കളിക്കുകയാണോ പാക് ടീം ചെയ്തത്? അതിന് നഖ്വി ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നു എന്ന് വേണമോ നമ്മൾ കരുതാൻ? ഈ നാടകം അത് ഇന്ത്യയിൽ നിന്നേറ്റ നാണക്കേട്, അത് മറയ്ക്കുക എന്ന് ലക്ഷ്യമിട്ട് മാത്രം നടത്തിയ നാടകം എന്ന് വേണമോ നമ്മൾ മനസ്സിലാക്കാൻ?
സംശയിക്കേണ്ട അതിനെ കൃത്യമായിട്ടും രേണുക സൂചിപ്പിച്ച പോലെ തന്നെ നാടകം തന്നെയായിരുന്നു. എന്തിന് സംശയിക്കുന്നു? കാരണം ഈ മത്സരം നടക്കുന്നത് രാത്രി 8 മണിക്ക്, ഇന്ത്യൻ സമയം 8 മണിക്ക്, അല്ലെങ്കിൽ ദുബായ് സമയം 6:30 ആണ് എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. ഈ സമയത്തിൽ മത്സരം തുടങ്ങേണ്ട പാകിസ്ഥാൻ എന്തുകൊണ്ട് ഹോട്ടലിൽ നിന്നു? അവർ നാടകം കളിച്ചതിന്റെ ആദ്യ കാര്യം പറയട്ടെ. പാകിസ്ഥാൻ ടീമിന്റെ മുഴുവൻ കിറ്റും തയ്യാറാക്കി പാകിസ്ഥാന്റെ ടീം ബസ്സിൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. ടീം ബസ് ഹോട്ടൽ ലോബിക്ക് മുന്നിൽ തയ്യാറായി നിന്നിരുന്നു. ടീം അംഗങ്ങൾ ലോബിയിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നാണ് ടീം അംഗങ്ങളോട് വീണ്ടും ഹോട്ടൽ റൂമുകളിലേക്ക് പോകാൻ പറഞ്ഞത്. അതായത് ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നടത്തിയ ഒരു സമ്മർദ്ദ നീക്കമായിരുന്നു, നാടകമായിരുന്നു ആ കണ്ടത്. അതിൽ പാകിസ്ഥാന് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. പ്രത്യേകിച്ചും അതിൽ ഇന്ത്യയുടെയോ BCCIയുടെയോ പങ്ക് എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്തി. അല്ല, അതിൽ ഒരുപാട് പ്രത്യേകതകൾ, ഈ ടെലിവിഷൻ റൈറ്റിലൊക്കെ കോടികൾക്ക് വിറ്റഴിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അത്രയും ടെലിവിഷൻ ഓൺ എയർ ടൈം തന്നെ നഷ്ടമാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ നാടകം കളിച്ചത്. എന്തിനായിരുന്നു നാടകം? പാകിസ്ഥാന്റെ സാധ്യമല്ല എന്നൊരു സാഹചര്യത്തിലും നാടകം കളിക്കുകയായിരുന്നു പാക് ടീം. അതിന് PCB അധ്യക്ഷൻ ഉൾപ്പെടെ കൂട്ടുനിന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവസാനം മുഖം രക്ഷിക്കാൻ അദ്ദേഹത്തിന് തന്നെ എക്സിലൂടെ ടീം പുറപ്പെട്ടു എന്ന വിവരം പുറത്തു നൽകേണ്ടി വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചു. എൽദോ തുടരുക, ഞാൻ എൽദോയിലേക്ക് വരാം. ഇപ്പോൾ KCA മുൻ സെക്രട്ടറി ഡോക്ടർ N. അജിത് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ അജിത് കുമാർ, ജെന്റിൽമാൻസ് ഗെയിം എന്നാണ് ക്രിക്കറ്റ് അറിയപ്പെടുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാടകങ്ങൾ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് അരങ്ങേറുകയാണ്. ഇന്ത്യൻ ടീം ഉൾപ്പെട്ട ഹസ്തദാന വിവാദത്തിന് പിന്നാലെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്താണ് പാക് ക്രിക്കറ്റ് ടീമിന് സംഭവിക്കുന്നത്? ഒന്നാമത് ഈ തോൽവിയാണ്. അവർ ഇന്ത്യയായിട്ടുള്ള തോൽവി, ഇത്രയും ഒരു നാണംകെട്ട തോൽവി അവർ പ്രതീക്ഷിച്ചില്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും, ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ്, എല്ലാത്തിലും അവരെ ഇന്ത്യ ശരിക്ക് കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു. അവരെ തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര വലിയ തോൽവി അവർക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഈ തോൽവിയിൽ നിന്നൊരു മുഖം രക്ഷിക്കണ്ടേ? എനിക്കങ്ങനെയാ തോന്നിയത്. മുഖം രക്ഷിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു നാടകം. പക്ഷെ നാടകം അധികം നടക്കില്ല എന്ന് മനസ്സിലായാൽ ഇപ്പോഴാന്ന് പറഞ്ഞാല് ഈ മത്സരം അവർ ബോയ്ക്കോട്ട് ചെയ്താൽ പാകിസ്ഥാൻ ബോർഡിന് വരുന്ന നഷ്ടം 16 ദശലക്ഷം ഡോളറാണ്. $16 മില്യൺ. അതാണ് അവരുടെ നഷ്ടം. അവിടെയാണ് ശരിക്കു പറഞ്ഞാൽ ICC ശരിക്കൊരു സ്റ്റാൻഡ് എടുത്തു. നിങ്ങൾ കളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും നിങ്ങളുടെ റൈറ്റ്സ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഇത്രയും പണം ഞങ്ങൾക്ക് തരാൻ സാധ്യമല്ല. അത് വ്യക്തമാക്കിയതോടെയാണ് പാകിസ്ഥാൻ, കാരണം ഇത്രയും വലിയൊരു തുക പാകിസ്ഥാൻ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ അത്രയധികം പണമില്ലാത്തൊരു ഇന്ത്യയെ പോലെ BCCIയെ പോലെയല്ല. അവർക്ക് പണം വളരെ ഒരു പ്രശ്നം തന്നെയാണ്. അവർ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസ്വാനും ബാബർ അസമും കളിക്കാത്ത എന്തുകൊണ്ടാ? അവർക്ക് കൃത്യമായിട്ട് പാകിസ്ഥാൻ ബോർഡ് അവർക്ക് പണം നൽകാത്തതിന്റെ ഒരു പ്രതിഷേധം അവർ കാണിച്ചതുകൊണ്ടാണ് റിസ്വാനെയും ബാബർ അസമിനെ അവർ മാറ്റി നിർത്തിയത്. പ്ലേയേഴ്സിന് പോലും കൃത്യമായിട്ട് പണം നൽകാൻ പറ്റാത്ത ബോർഡാണ് പാകിസ്ഥാന്റെ. ആ പാകിസ്ഥാൻ ബോർഡ് $16 മില്യൺ കിട്ടുന്നു എന്നുള്ളൊരു സാഹചര്യം വരുന്നത് ഈ ഒരൊറ്റ ഒരു പ്രശ്നം കാരണം അവരുടെ പോകുന്നു കണ്ടപ്പോൾ ക്ലിയർ ആയി. ഞാൻ പറയുന്നു, അതൊരൊറ്റ റീസണാണ് പാകിസ്ഥാൻ വീണ്ടും കളിക്കാൻ തീരുമാനിച്ചത്. ഇല്ലെങ്കിൽ ശരിക്കും ആ റീസണൊക്കെ നമ്മൾ എടുത്തു ആലോചിച്ച് നോക്കിയാൽ വളരെ സില്ലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം പൈക്രോഫ്റ്റിനെ പോലെ ഇത്രയും സീനിയറായിട്ടുള്ളൊരു വ്യക്തി, നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിലും എന്തോരം മത്സരങ്ങളിൽ അദ്ദേഹം വന്നിട്ട് മാച്ച് റെഫറി ആയിട്ട് ഇരുന്നിട്ട് ഏറ്റവും വളരെ മോസ്റ്റ് റെസ്പെക്ടഡ് മാച്ച് റെഫറീസ് ഇൻ ദ വേൾഡ് ആണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് പൈക്രോഫ്റ്റ്. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിനോട് അദ്ദേഹം ഹസ്തദാനം എന്നുള്ള ഒരു ഒറ്റൊരു ഇഷ്യൂല് അതിന് വേറെ ആർക്കും പ്രശ്നമൊന്നുമില്ല. ഇന്ത്യക്കാരുടെ നല്ലൊരു വിഭാഗം ഇന്ത്യ പാകിസ്ഥാനോട് കളിച്ചതിനെ കുറിച്ച് നല്ല പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്റെ മനസ്സിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു ഇത് വേണമായിരുന്നോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ ഇതുപോലും നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജയിക്കും? വളരെ നല്ല സ്റ്റെപ്പ്. മാത്രം മാച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മത്സരം ഞാൻ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി സൂര്യകുമാറിന്റെ ആ സ്വർണ്ണ വാക്കുകൾ, ഇതൊക്കെയാണ്. കാരണം അങ്ങനെയാണ് ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ മനസ്സിലായി ക്രിക്കറ്റിനെയും രാഷ്ട്രീയത്തെയും നമ്മൾ ഒരിക്കലും ഒന്നിച്ചെടുക്കാൻ പാടില്ല. പക്ഷെ എന്നാലും പഹൽഗാമിൽ ചെയ്ത ഈ കൂട്ടക്കൊലയ്ക്ക് പാകിസ്ഥാൻ ഒരു മറുപടി കൊടുത്തത് ക്രിക്കറ്റിലൂടെയാണ്, മത്സരത്തിലൂടെയാണ്. എനിക്ക് ആ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് ഒരു TV ചാനലുകാരെ ചോദിച്ചപ്പോൾ ഞാൻ അത് വന്നത്, നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിക്കണം, നന്നായിട്ട് തോൽപ്പിക്കണം.
നന്നായിട്ട് നമ്മൾ തോൽപ്പിക്കുകയും ചെയ്തു. അത് ശരിക്കും പഹൽഗാം നമ്മുടെ വിക്ടിംസിന്റെ ഓഡിയൻസ് നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ക്രിക്കറ്റേഴ്സ് അത് ഉപയോഗിച്ചത്. അപ്പൊ ആ സാഹചര്യം കിട്ടിയപ്പം എന്തെങ്കിലൊക്കെ അവർക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ നമ്മൾ പറയാറുണ്ടല്ലോ, തോറ്റതിന് അമ്മയോട് എടുക്കുന്ന അങ്ങാടി തോറ്റതിന് അമ്മയോട് എടുക്കുന്നത് പോലെയായിരുന്നു. ആരോടെങ്കിലും എടുക്കണ്ടേ? അജിത് കുമാർ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തോൽവി പാകിസ്ഥാനെ വല്ലാണ്ട് ഉലച്ചു, അവർക്ക് നാണക്കേടായി. അവരുടെ രാജ്യത്ത് ജനങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന ഒരു പ്രശ്നവും കൂടി ടീമിനെ സംബന്ധിച്ച് ആ രീതിയിലൊരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അനാവശ്യ വിവാദത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതാണോ ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം? അതിൽ ഈ PCB അധ്യക്ഷൻ ACCയുടെ കൂടെ ചുമതലയുള്ള നഖ്വിക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്നാണോ താങ്കൾ കരുതുന്നത്? ഈ അനാവശ്യ വിവാദത്തിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും പൈക്രോഫ്റ്റിനെതിരെ നിലപാടെടുത്ത് ഈ പിന്മാറ്റം ഭീഷണി ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്തതോടുകൂടിയാണോ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പെട്ടുപോയത്? തീർച്ചയായും എനിക്ക് പ്ലെയേഴ്സിനൊന്നും അതിന് വലിയ റോളൊന്നുമില്ല. ഇതൊക്കെ തീർച്ചയായിട്ടും PCB അധ്യക്ഷന്റെ ആ ഒരു കളിയാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ഫേസ് സേവിംഗ് ആണ്. അദ്ദേഹം വലിയൊരു സ്റ്റെപ്സ് എടുത്തിട്ടാണല്ലോ സീനിയർ പ്ലെയേഴ്സിനെ പുറത്തിരുത്തിയത്. T20 വൺ ഓഫ് ദ ടോപ്പ് 10 പ്ലെയേഴ്സിലെ 2 പേരാണ് ബാബറും റിസ്വാനും. നമുക്ക് ആ 2 പേരെ പ്ലെയേഴ്സിന്റെ ക്വാളിറ്റി, അവരെന്ത് നല്ല ബാറ്റ്സ്മാൻമാരാണ്, അവർ കളിക്കുന്നതും അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഓഫ് നമ്മളൊക്കെ കണ്ടതല്ലേ. ഇത്രയും നല്ല 2 പ്ലെയേഴ്സിനെ PCB അധ്യക്ഷന്റെ ഒരൊറ്റ റോള് കാരണമാണ് പുറത്തിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം കൃത്യമായിട്ട് അവരുടെ ഡിമാൻഡ്സ് മീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ അവരില്ലാണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ അറിയാം എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇങ്ങനെ ദയനീയമാവിധം പരാജയപ്പെടുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഇന്ത്യൻ. കാരണം എനിക്ക് ഒരു കാര്യം തീർച്ചയായിരുന്നു, എന്താ പറഞ്ഞ UAE-യേക്കാളും കുറച്ചും കൂടി ബെറ്റർ സ്കോർ എടുക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല 127 അവർ ഓൾ ഔട്ട് ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒരു 150 ആയിരിക്കും വിചാരിച്ചത്. 127 ഓൾ ഔട്ട്. അതും ലാസ്റ്റ് ഷൈൻഷാ അഫ്രീദി വന്നിട്ട് 33 റൺ എടുത്ത് ഒന്ന് മാറ്റി നിർത്തിയാല് അവർക്ക് 94 ആണ് അവരുടെ സ്കോർ. 94 ഓൾ ഔട്ട് ആവേണ്ട സ്കോർ, 100 താഴെ ഓൾ ഔട്ട് ആവേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പാവം തോന്നിയിട്ട് അയാളെ കൊണ്ട് 6 അടിപ്പിച്ചൊന്നു പോലെ ചിലപ്പം അവസാന നിമിഷങ്ങൾ തോന്നാറുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 120 ഇല്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കളിക്കാനൊരു സാധ്യതയും ചാൻസും കൂടി ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് കിട്ടിയത്. ശരിക്കും നമ്മൾ ഈ ടോയ്ഡ് വിൽക്കുന്നത്, ടോയിങ് വിത്ത് ഒപ്പോണൻസ് പറയില്ലേ, അതുപോലെയായിരുന്നു. അപ്പൊ അതാണ് അവർക്ക് ഇനിയും വിഷമായത്. കാരണം ഇത്ര എളുപ്പത്തിൽ ഈസി ആയിട്ട് അവരെ തോൽപ്പിച്ചു. അതാണ് വളരെ ഈസി ആയിട്ട്. ഡോക്ടർ N. അജിത് കുമാർ, ഇപ്പോൾ തോൽവി എന്നത് സ്പോർട്സിൽ സാധാരണയാണ്. ജയവും തോൽവിയും സാധാരണമാണ്. അത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ പാകിസ്ഥാനുമായുള്ള ഇനിയുള്ള ഏറ്റുമുട്ടൽ ഒരുപക്ഷെ അത് ഇന്ത്യക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക സാധ്യമല്ല. അപ്പോൾ അതിനെയൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്ന് തന്നെയാണല്ലോ വേണ്ടത്. പക്ഷേ നമുക്കറിയാം PCB-യുമായി ബന്ധപ്പെട്ട് അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നത് വ്യക്തമാണ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചും BCCIയുടെ ഇടപെടലുകളിൽ രാഷ്ട്രീയം കലരുന്നുണ്ടോ? അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നവരും ഉണ്ട്. ഇത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറയേണ്ടവരുണ്ട്. ഹസ്തദാനം പ്രിയാമ്പിളിൽ ഉൾപ്പെടെ നിഷ്കർഷിക്കുന്നതാണ്. മത്സരത്തിന് ശേഷവുമുള്ള അത്തരം നടപടികൾ ഉണ്ടാകണമെന്നത് അതൊരു കീഴ്വഴക്കമാണ്. എല്ലാ സാഹചര്യങ്ങളും, എന്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിനു മുൻപ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ സാഹചര്യങ്ങളിലും ഇതൊക്കെ പാലിച്ചു പോകുന്നതാണ്. അപ്പോൾ അവിടെ ഒരു വീഴ്ച ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് നിന്ന്, താങ്കൾ ഉൾപ്പെടെയുള്ളവർ അതിനെ അനുകൂലിക്കുന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നതാണോ എന്നൊരു ചോദ്യമില്ലേ? ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ളവരൊക്കെ വലിയ വിമർശനമാണ്. നമ്മളുടെ ടീമിനെ ഓർത്ത് ലജ്ജിക്കുന്നു എന്നതാണ് ആനന്ദ് പട്വർദ്ധൻ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അങ്ങനെ ഈ വിഷയത്തെ സമീപിക്കുന്നവരുമുണ്ട്. അത് എന്തെന്നാലും ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഒപ്പീനിയൻ മത്സരം നടക്കണം എന്നൊരു ആഗ്രഹം എനിക്കും പണ്ട് മുതലുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം ഇതൊരു ഇമോഷണൽ ആസ്പെക്റ്റായി മാറി. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതുവരെ ഇതുപോലൊരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. 26 പേരെ കൊന്ന് ഒരു യുദ്ധത്തിലേക്ക് പോയ സ്ഥിതി ആദ്യമായിട്ടാണ്. കാരണം 98 ആ ഒരു എന്താ പറഞ്ഞ ആ യുദ്ധം കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധസ്ഥിതി വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണോ നമ്മൾ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് കട്ട് ചെയ്തത്. അപ്പൊ ആ ഒരു അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ. കാരണം അതൊരു യുദ്ധമായിരുന്നു. കാർഗിൽ ഒരു യുദ്ധമായിരുന്നു. അതൊരു എന്താ പറഞ്ഞ അത് ഒരിക്കലും ഒരു ഇന്നസെന്റ് ആൾക്കാരെ കൊന്ന് അവര് അതിൽ സന്തോഷിപ്പിച്ച ഒരു കാര്യമൊന്നും അവിടെ നടന്നില്ല. പക്ഷെ പഹൽഗാം അങ്ങനെയല്ല.
ഒരു 26 വളരെ ഇന്നസെന്റ് ആയിട്ട് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരെ കൊന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടായിട്ടില്ല. അത് പഴയ സംഭവങ്ങളായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ പണ്ടൊക്കെ യുദ്ധങ്ങളായിരുന്നു. യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. 65 യുദ്ധം നടന്നിട്ടുണ്ട്, 71 നടന്നിട്ടുണ്ട്, 98 യുദ്ധം നടന്നിട്ടുണ്ട്. അത് പക്ഷേ അതിന് ഈ ഇന്നസെന്റ് ആൾക്കാരെ കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ആയി. അതല്ല, ഇന്നസെന്റ് ആയ ഇന്ത്യൻസിനെ ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ഏറ്റവും വലിയ മുറിവാണ് പഹൽഗാമിൽ ഉണ്ടായത്. ഇന്ത്യ സൈനികമായ മറുപടി നൽകി. അതിന്റെ ഭാഗമായി കളിക്കാരും വൈകാരികമായ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വേണം കാണാൻ. ശ്രീ അജിത് കുമാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സീനിയർ താരങ്ങളുടെയും അഭിപ്രായം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു സാഹചര്യം കൂടി കാണണ്ടേ? അവരുടെ സൈലൻസ് നൽകുന്ന സൂചന എന്താണ്? സംസാരിച്ചിട്ടുണ്ടല്ലോ അതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഗവസ്കർ അല്ലാതെ വേറെ ആരും അങ്ങനെ അത്രയും ഒരു ഇൻവോൾവ് ആവുന്നത്. പിന്നെ ഈ സീനിയർ താരങ്ങൾ കഴിയുന്നതും ദേ ആർ വെരി ഡിസ്ക്രീറ്റ് നമ്മൾ പറയാറുണ്ട്. അവർ കഴിയുന്നതും ഇങ്ങനത്തെ പൊളിറ്റിക്സ് വരുന്ന സ്ഥലത്ത് സംസാരിക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ അവരെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല, യാതൊരു സംശയമില്ല. കാരണം ഇതും അതും തമ്മിലൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവരെ ഒരു ഗെയിമിന്റെ ആസ്പെക്ട് ആയിട്ട് അവരെടുക്കുള്ളൂ. അപ്പൊ ഈ പൊളിറ്റിക്സിന്റെ ആസ്പെക്ട് വന്നപ്പോൾ നാച്ചുറലി അഫ്കോഴ്സ് ശിഖർ ധവനെ പോലെ ആൾക്കാർ വളരെയധികം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തില്ലേ, യുവരാജ് സിംഗിനെ പോലെ ആൾക്കാർ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്തില്ലേ. പക്ഷെ ഈ മത്സരത്തിന് സമയം വരുമ്പോൾ BCCI ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിന് 100% സർക്കാരിന്റെ ബാക്കിംഗ് കൂടിയുണ്ട്. BCCI എന്ന് പറഞ്ഞാൽ അമിത്ഷായാണ്. അപ്പൊ അമിത്ഷാ തീർച്ചയായിട്ടും ഇതിനെ ബാക്ക് ചെയ്യുന്നു കാണുമ്പോൾ കഴിയുന്നതും സർക്കാരിന്റെ അഗൻസ്റ്റ് ഒരു മൂവിൽ ആർക്കും താല്പര്യം ഉണ്ടാകും എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്ക് സർക്കാരിനൊന്നും കിട്ടാനില്ല. പക്ഷെ ഞാനൊരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പലരും അങ്ങനെയല്ല വിചാരിക്കുന്നത്. എപ്പോഴും വിചാരിക്കുന്നത് ഇത് അവരുടെ ഒരു ഭാവിയെയും കൂടി എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലായിരിക്കാം പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് ഒന്നും പറയാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ കാണുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ ആരുടെയെങ്കിലും ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പോയി കേരളത്തിലെ പ്ലേയേഴ്സ് തന്നെ ഇതിനെക്കുറിച്ച് അധികം റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും ആ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പേടിയുണ്ട്. എനിക്കിത് യാതൊരു അങ്ങനെ ക്രിക്കറ്റിലൂടെ എനിക്കൊന്നും നേടാനുള്ള അത് മാറി നിന്നിട്ട് ഗെയിം എന്നൊരു കാര്യത്തിനെ കുറിച്ച് നോക്കുമ്പോൾ അതിന് ഗെയിമിലൂടെ നമ്മൾ അവരെ തിരിച്ചടിച്ചു എന്നുള്ള ഒരു ഫാക്ടറാണ് ഞാൻ എന്നും മെയിൻറ്റെയിൻ ചെയ്തത്. അത് ഇന്നും മെയിൻറ്റെയിൻ ചെയ്യണോ. നമ്മളെ വിക്ടറിയാണ് നമുക്ക് നമ്മുടെ സോൾജേഴ്സിന് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു ബഹുമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, വളരെ നന്ദി ശ്രീ അജിത് കുമാർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ഗോകുൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. യുവമോർച്ച പ്രതിനിധിയാണ് ഗോകുൽ. കളിക്കളത്തിലും പാകിസ്ഥാന് മറുപടി നൽകിയിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ ഷേഖ് ഹാൻ വിവാദം ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റന്റെ നിലപാടുൾപ്പെടെ അത് വളരെ വ്യക്തമാക്കിയിരുന്നതാണ്. അപ്പോൾ അത് ഇപ്പോൾ പാകിസ്ഥാനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ നാണം കെട്ടിരിക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാൻ എന്ന് വേണം പറയാൻ. ഇപ്പോൾ അവർ ബഹിഷ്കരണ ഭീഷണി ഉയർത്തുന്നു. അതിനുശേഷം സ്റ്റേഡിയത്തിൽ എത്താൻ നിർബന്ധിതരായിരിക്കുന്നു. വൈകിയെങ്കിലും മത്സരം തുടങ്ങും എന്നൊരാശങ്കയാണ്. അപ്പോൾ അതിനൊക്കെ തുടക്കം കുറിച്ചത് ഇന്ത്യയുടെ ഹസ്തദാന വിവാദം തന്നെയാണ്. എങ്ങനെയാണ് ആ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? കളിക്കളത്തിലേക്ക് രാഷ്ട്രീയം എത്തുന്നതിനെ വിമർശിക്കുന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. ഇവിടെ കളിക്കളത്തിലേക്ക് രാഷ്ട്രീയം എത്തുക എന്ന് പറയുന്നത് ഇപ്പോ ദേശസ്നേഹം, രാജ്യസ്നേഹം രാഷ്ട്രീയമാണെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകൾ ചേതനയേറ്റ് മതവർഗീയവാദികളുടെ ദേശവിരുദ്ധരുടെ വെടിയേറ്റ് വീണതിനെ വൈകാരികമായി കാണുന്നത് രാഷ്ട്രീയമാണെങ്കിൽ കളിക്കളത്തിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തോടൊപ്പമാണ് ഈ രാജ്യത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയും എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇന്ത്യൻ ടീം ഈ ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ നമ്മൾ സാധാരണ ഒരു കീഴ്വഴക്കാണല്ലോ. കളിക്കളത്തിൽ നിന്ന് ടീമുകൾ വിട പറയുമ്പോൾ ആ കളി അവസാനിച്ച് വിജയമോ പരാജയമോ നമ്മൾ ഹസ്തദാനം ചെയ്ത് കൈ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് നൽകി അത് പിരിയുന്നത് സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ ഈ സ്വാഭാവികമായ നടപടികളെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇപ്പൊ കളിക്കളത്തിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രാഷ്ട്രീയം കളിച്ചു എന്നൊക്കെ പറയുന്ന വിമർശനം ബാലിശമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോൾ അതിനുശേഷവും ഈ രാജ്യം ആ ആക്രമണത്തോടും
ആ ആക്രമണത്തെ അതിന് കൃത്യമായി അതിവൈകാരികമായി രാജ്യം ആ ആക്രമണത്തെ കാണുമ്പോൾ ആ അതിവൈകാരികമായ രാജ്യത്തിന്റെ ദേശീയതയുടെ പ്രതീകമായി അതിന് തിരിച്ചടി നൽകിയത് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നമ്മുടെ സൈന്യത്തെ പ്രയോജനപ്പെടുത്തി സൈന്യത്തിന്റെ ശക്തിയും കരുത്തും സാങ്കേതികതയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിനെ തിരിച്ചടിച്ചത്, അതിനെ പ്രത്യാക്രമണം നടത്തി നമ്മൾ കണ്ടതാണ്. അപ്പോ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഈ തൊട്ടടുത്ത ദിവസങ്ങളിലല്ലേ നമ്മൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ ആ ആക്രമണത്തിൽ, പഹൽഗാം തീവ്രവാദ ആക്രമണത്തിൽ, ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരെ ആകെ തന്നെ നമ്മൾ ഈ രാജ്യത്തിനകത്ത് വെച്ച് തന്നെ അവരെ വകവരുത്തുന്ന സ്ഥിതി ഉണ്ടായി. അതോടൊപ്പം നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര സമൂഹത്തിൽ മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ തീരുമാനമാണ്. ഇന്ത്യൻ സർക്കാരിന്റെ, കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാണ്. ആ തീരുമാനത്തിന്റെ പതാകവാഹകരായാണ് ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങളും മുതിർന്ന നേതാക്കന്മാരും അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ലോകത്തുടനീളമുള്ള രാജ്യങ്ങളിൽ സഞ്ചരിച്ച് നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ നിലപാട് വിശദീകരിച്ചത്. അപ്പൊ നമ്മുടെ കായിക മേഖലയും നമ്മുടെ ക്രിക്കറ്റ് ടീമും നമ്മുടെ ഈ രാജ്യത്തെ 140 കോടി മനുഷ്യർക്കുള്ളതുപോലെ ജീവിക്കാൻ അവകാശമുള്ള 26 പേരെ കൊന്നു തള്ളിയ ഒരു രാഷ്ട്രീയ രാജ്യത്തിന്റെ അതിന്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പാണ്, അവരുടെ നിലപാടാണ് ഇവിടെ സൂര്യകുമാർ യാദവിന് ആ ടീമിനും ഇന്ത്യൻ ടീമും അവിടെ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അതിനെ കളിക്കളത്തിൽ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ വിഷയമാണ്. ഏത് വിഷയത്തിലാണ് രാഷ്ട്രീയം സ്വീകരിക്കുന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയതയോട്, ദേശഭക്തിയോട് ഉള്ള ഐക്യദാർഢ്യപ്പെടലാണ്, രാജ്യസ്നേഹത്തോടുള്ള ഐക്യദാർഢ്യപ്പെടലാണ് ഇന്ത്യൻ ടീം നടത്തിയിട്ടുള്ളത്. ശരി, രാജ്യസ്നേഹത്തോടുള്ള ഐക്യദാർഢ്യപ്പെടലാണ് അല്പം വൈകാരികമായ നിലയിലേക്കുള്ള പ്രതികരണങ്ങൾ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. അത് പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകൾക്ക് സമർപ്പിച്ച മത്സരമായിരുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ തന്നെ സൂര്യകുമാർ യാദവ് തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയതുമാണ്. വളരെ നന്ദി ഗോകുൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ എൽദോ പോൾ പുതുശ്ശേരി വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വളരെ അനിശ്ചിതത്വം, മത്സരം തന്നെ ഉപേക്ഷിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത മത്സരം ആരംഭിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതോടുകൂടി ഹസ്തദാന വിവാദം അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? ഈ ഹസ്തദാന വിവാദം ഇവിടെ അവസാനിക്കും എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഇത് സംഭവം അത്രത്തോളം വഷളാക്കി മാറ്റി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരാനുള്ള സാധ്യതയുണ്ട്. സൂപ്പർ ഫോറിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ തന്നെ മുന്നോട്ട് സൂപ്പർ ഫോറിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. UAE പാകിസ്ഥാനെ അട്ടിമറിക്കുമെന്നൊക്കെ അത് ചെറിയ സാധ്യത മാത്രമാണ്. പക്ഷേ തള്ളിക്കളയുന്നില്ല. 2020 ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും എത്തുമ്പോൾ ഇതേ കാര്യങ്ങൾ ആവർത്തിക്കാം. അപ്പോൾ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകും. മാത്രമല്ല, പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. PCBക്കെതിരെ, പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ. പ്രത്യേകിച്ചും ഇന്നത്തെ മത്സരത്തിൽ ICCക്ക് മുന്നിൽ കാണിച്ച ഒരു മെമ്പർ കൺട്രി എന്ന നിലയിൽ കാണിച്ച അച്ചടക്ക ലംഘനത്തിന് അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. സമയം തെറ്റിച്ചു, കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോട് പെരുമാറിയില്ല എന്നുള്ളതൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആൻഡി പൈക്രോഫിന് തന്നെ ഇന്ന് ICCയുടെ മാച്ച് റഫറിയായി നിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ പാകിസ്ഥാന് ഇനി മുന്നിലോട്ടുള്ള വഴികൾ അത്ര എളുപ്പമായിരിക്കില്ല. അല്പം കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞു തന്നെയായിരിക്കും രേണുക. ശരി, എന്തായാലും എല്ലാ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ഫലം കാണാത്ത സാഹചര്യത്തിലാണ് പിന്മാറ്റ ഭീഷണിക്കൊടുവിൽ പാക് താരങ്ങൾക്ക് ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. അവിടെ അവസാനിക്കില്ല. കൂടുതൽ നടപടികൾ ഒരുപക്ഷെ പാക് ക്രിക്കറ്റ് ടീമിന് നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതാണ് എൽദോ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഹസ്തദാന വിവാദമാണ് വളരെ നാടകീയ രംഗങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. മത്സരം അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇടവേളയ്ക്ക് ശേഷം ഞാൻ കണ്ട മോദി പ്രത്യേക അഭിമുഖം രാജീവ് ചന്ദ്രശേഖരനുമായി ഞങ്ങളുടെ പ്രതിനിധി മഞ്ജുഷ് ഗോപാൽ നടത്തിയ ഇന്റർവ്യൂ കാണാം.